ظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി ഹാജറും അവരുടെ മൂത്ത മകൻ ഇസ്മായിലും, ഈ 3 പേരുമായി ബന്ധപ്പെട്ട അനേകം ചരിത്ര സംഭവങ്ങളിൽ ചിലതൊക്കെ ആളുകൾ ഓർക്കുന്ന ഒരു സന്ദർഭമാണ് ഈ മാസങ്ങളൊക്കെ. നമ്മളുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഹജ്ജ്, ആ പ്രവാചകന്മാരും ആ പ്രവാചകനും ആ കുടുംബവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഹജ്ജിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ ദിവസങ്ങളിൽ നടക്കുന്ന, ലോകത്തെമ്പാടും നടക്കുന്ന ബലി പെരുന്നാൾ, ബലി ഉളുഹിയത്ത്, അത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ മക്കളും കുടുംബവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ അനുസ്മരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് മുസ്ലിം ലോകം ഇപ്പോഴുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ നൽകുന്ന ഭാഗങ്ങളിൽ ഏറ്റവും അധികം പരാമർശം വരുന്ന ഒരു ഭാഗം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനകളാണ്. വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നബിമാർ നടത്തിയ ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ട് നടത്തിയ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികം തവണ ഏറ്റവും കൂടുതൽ വിഷയങ്ങളിൽ പ്രാർത്ഥന നടത്തിയ നബിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹം സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, തൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നീട് തൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പല തവണ എല്ലാ വിഷയത്തിലും പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ നാടിന് വേണ്ടി, മക്ക രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ കാലശേഷം വരാനിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന നടത്തുന്ന ഒരു പ്രവാചകനെ, നടത്തിയ ഒരു പ്രവാചകനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതിലിപ്പോൾ നമ്മളുടെ ഭാഗത്ത് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നൊരു കാര്യം,
നമ്മളുടെ വിദ്യാഭ്യാസ വർഷം അവസാനിച്ചു, അടുത്ത വിദ്യാഭ്യാസ വർഷം തുടങ്ങുകയാണ്. നമ്മുടെ രക്ഷിതാക്കളൊക്കെയും ഇപ്പോൾ വെച്ചു പുലർത്തുന്ന ഒരു നിലപാട്, എല്ലാവർക്കുമുള്ള ഒരു നിലപാട്, കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നാണ്. മുമ്പ് കാലത്ത് നമ്മളെല്ലാവരും അതിനു വേണ്ടി വാളുകൾ പറഞ്ഞിരുന്നു. കുട്ടികളെ സ്കൂളിൽ വിടണം, മദ്രസയിൽ വിടണം, പെൺകുട്ടികളെയും ഒക്കെ പഠിപ്പിക്കണമെന്ന് നമ്മൾ വാള് പറഞ്ഞ ഒരു കാലുണ്ടായിരുന്നു. അവിടുന്ന് മാറി ഇന്ന് അവസ്ഥ, ഇന്നൊരു ഉത്ബോധനവും കിട്ടാതെ തന്നെ മൊത്തത്തിൽ രക്ഷിതാക്കളെല്ലാവരും മക്കളെ ഉയർന്ന വിദ്യാഭ്യാസം നൽകി ഏതെങ്കിലും പദവിയിലും സ്ഥാനത്തുമൊക്കെ എത്തിക്കണം, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വഴി തിരിച്ചു കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല ചിന്തയാണ്, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും തന്നെയാണ്. ആ ചിന്ത വെച്ച് പുലർത്തുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും ഒരാളൊഴികെ എല്ലാവർക്കുമുള്ള ഒരു വല്ലാത്ത ഭയാശങ്കയുണ്ട്, ഭയപ്പാടുണ്ട്. അത് എന്താകും നമ്മളുടെയൊക്കെ മക്കൾ? കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുന്നു, സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അവർ പോയി വരുന്നു. ടീനേജിലുള്ള നമ്മളുടെ കുട്ടികൾ, ഉയർന്ന തലങ്ങളിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന നമ്മളുടെ മക്കൾ എന്തായി തിരിച്ചു വരും, എന്താണ് അവരുടെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച് വല്ലാത്ത ഭയാശങ്ക എല്ലാ രക്ഷിതാക്കളെയും ശരിക്കും വേട്ടയാടുന്നുണ്ട്. പഠിപ്പിക്കണം എന്ന കാര്യം എല്ലാവർക്കും അറിയാം, പഠിപ്പിക്കുന്നുണ്ട്, എന്ത് ത്യാഗവും അതിന് സഹിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളൊക്കെ എന്തായി വരും? പോയി വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ ആ നല്ല മക്കളായി തന്നെ തിരിച്ച് നമ്മൾക്ക് കിട്ടുമോ എന്നത് വല്ലാത്തൊരു ഭയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അദ്ദേഹം അള്ളാഹുവിനോട് നന്മയായി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ എല്ലാ പ്രാർത്ഥനയിലും വമിൻ ദുര്രിയത്തി, എൻ്റെ മക്കളെയും അതിൽ പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വളരെ നേരത്തെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ യുവത്വം, ഭാര്യയും കുടുംബവുമായിട്ടുള്ള ആ യുവത്വം മക്കളില്ലാത്തൊരു യുവത്വമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടേത്. വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി ഇസ്മായിൽ ജനിക്കുന്നത്. പിന്നെ 10-13 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന നോക്കുന്നു, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. മക്കളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണത്. എൻ്റെ റബ്ബേ, എനിക്ക് സ്വാലിഹായ മക്കളെ നീ നൽകണേ എന്നാണ്. മക്കളെ നൽകണേ എന്നല്ല, സ്വാലിഹായ മക്കളെ നൽകണേ എന്നാണ്. സ്വാലിഹായ എന്നതിനർത്ഥം നമുക്കൊക്കെ മലയാളം പോലെ അറിയുന്നൊരു വാക്കാണ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവൻ എന്നല്ല, നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടിയെ തരണമെന്നല്ല, നല്ല സൗന്ദര്യമുള്ള മക്കളെ നൽകണമെന്നല്ല, അതൊക്കെ അതിൽ പെടാം. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സദ്വൃദ്ധനായ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഒരു മകൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു മകനെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം. അത് വളരെ വൈകിയും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. 86 വയസ്സായിട്ടുണ്ടെന്നാണ് ബൈബിൾ അനുസരിച്ച് അദ്ദേഹത്തിന് ആദ്യത്തെ മകൻ ജനിക്കുന്ന പ്രായം. 86 വയസ്സ്. ആ പ്രായത്തിൽ അന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഇസ്ഹാക്ക് നബിയെയും മക്കളായി കിട്ടി. വാർദ്ധക്യത്തിലാണ് കിട്ടുന്നത്. ആ ഇബ്രാഹിം നബി അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ ഖിബരി ഇസ്മാഈല വഇസ്ഹാഖ ഇന്ന റബ്ബി സമീഉ ദുആ. നമുക്ക് അദ്ദേഹത്തിൻ്റെ മനോഗതമാണ്, മനസ്സിന്ന് വരികയാണ് അദ്ദേഹത്തിന്, എനിക്കെൻ്റെ ഈ വാർദ്ധക്യത്തിനും ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും നൽകിയ അള്ളാഹുവേ, നിനക്കാകുന്നു എല്ലാ സ്തുതിയും. ഈ വാർദ്ധക്യത്തിൽ എനിക്ക് മക്കളെ നൽകി അനുഗ്രഹിച്ച നിനക്കാകുന്നു എല്ലാ സ്തുതിയും. ഇന്ന റബ്ബി സമീഉ ദുആ, എൻ്റെ റബ്ബ് ഉത്തരം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഉത്തരം ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ
മക്കളെ നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്. ഇത് ഇബ്രാഹിം നബിയുടെ മക്കളുടെ കാര്യത്തിലുള്ള താല്പര്യമാണ്. അത് അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഈ നീണ്ട കാലത്തത്രയും മരിക്കോളവും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തിൽ നോക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ആ വിഷയത്തിൽ പറയുന്നത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ നാം ചില കാര്യങ്ങൾ നൽകി, കൽപ്പനകൾ നൽകി പരീക്ഷിച്ചു. ഫഅതമ്മഹുന്ന, ആ പരീക്ഷണങ്ങൾ മുഴുവനും അദ്ദേഹം വിജയിച്ചു, പൂർത്തീകരിച്ചു. ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു പ്രത്യേക പരീക്ഷണങ്ങൾ നൽകി എന്നാണ്. നമുക്കറിയാം, മക്കളുടെ കാര്യത്തിൽ ഒരു പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിതാവ് മറ്റു രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിഷയം, തൻ്റെ പ്രബോധന രംഗത്ത് പരീക്ഷണങ്ങൾ കഠിനമായി നേരിടേണ്ടി വന്നു. പല മേഖലകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇറാഖിൽ ജനിച്ചു വളർന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം 4 തവണയെങ്കിലും ചുരുങ്ങിയത് മക്കയിലേക്ക് ആ കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട് പ്രബോധന ദൗത്യവുമായിട്ട്. ആ കാലത്ത് അദ്ദേഹവും മകനും കൂടിക്കൊണ്ടാണ് കഅബാലയം പടുത്തുയർത്തി പൂർത്തീകരിക്കുന്നത്. ആ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി അത്രയും സമയം മക്കയിലേക്ക് യാത്ര ചെയ്യുക, ഫലസ്തീനിൽ നിന്ന്, ഇറാഖിൽ നിന്ന് യാത്ര ചെയ്യുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അതൊക്കെ യാത്ര ചെയ്ത് ആ ത്യാഗമൊക്കെ സഹിച്ചു. എല്ലാ പരീക്ഷണങ്ങളിലും ഫാത്തമ്മഹുന്ന, അദ്ദേഹം വിജയിച്ചു. വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നത്, അദ്ദേഹത്തെ എടുത്തു പറയുന്നത് ഇബ്രാഹിം അല്ലദീ വഫാ, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ്. എന്തൊക്കെ അദ്ദേഹത്തെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ദൗത്യമൊക്കെ പൂർണ്ണമാക്കിയ ഒരു പ്രവാചകൻ എന്നാണ്. നമ്മളിപ്പോഴും ഇന്നും നമ്മുടെ നമസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ ഇബ്രാഹിം കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് സ്വലാത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും സ്വലാത്ത് ചെയ്യണം, അനുഗ്രഹം ചൊരിയണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം ചൊരിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം നബിക്ക് ചെയ്തതുപോലെ കുടുംബത്തിന് ചെയ്തതുപോലെ എന്നാണ്. ആ കാലഘട്ടത്തെ ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഖുർആൻ ഇബ്രാഹിം നബിയോട് പറയും, അനിത്തബിഴ് മില്ലത്ത് ഇബ്രാഹിം, നീ ഇബ്രാഹീമിൻ്റെ മാർഗം പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ആ ഇബ്രാഹിം നബിയെ പിന്തുടരണമെന്നാണ്. വേറെ സ്ഥലത്ത് തന്നെ പറയുന്നു ഇബ്രാഹിം നബിയെ പിന്തുടരണമെന്ന്. അത്രയധികം പരീക്ഷണങ്ങൾ വന്നു, അതൊക്കെ വിജയിച്ചൊരു പ്രവാചകനായിട്ട് പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യം, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ നാം ജനങ്ങൾക്കൊന്നാകെയുള്ള ഇമാമാക്കി നിശ്ചയിക്കുന്നു എന്നാണ്. അതാണ് അതിലെ പ്രസ്താവം. അള്ളാഹു പറയുന്നത് നിന്നെ നാം ജനങ്ങൾക്കൊന്നാകെയുള്ള ഇമാമാക്കി നിശ്ചയിക്കുന്നു എന്നാണ്. ഇമാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ ഭാഷയിൽ നേതാവ് എന്ന് പറയുന്നു. അതിൻ്റെ വിവക്ഷ, അതിൻ്റെ ഉദ്ദേശം ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് മാതൃക കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ എന്നാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തെ നോക്കി മാതൃക സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവാക്കി മാറ്റിയിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു പറയുകയാണ്. അപ്പോൾ എല്ലാ രംഗത്തും വിജയിച്ചപ്പോൾ ഇബ്രാഹിം നബിയെ ഇമാമാക്കി നിശ്ചയിച്ചു അള്ളാഹു. ലോകത്തിന് മാതൃകാ പുരുഷനായിട്ട് ഇബ്രാഹിം. ആ പ്രസ്താവം വന്ന ഉടനെ അള്ളാഹു പറഞ്ഞപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, വമിൻ ദുരിയത്തി, പടച്ചനെ എൻ്റെ മക്കളെ അങ്ങനെ ആക്കണേന്ന്. എല്ലാ പ്രാർത്ഥനയിലും മക്കളെ ചേർക്കുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം. വമിൻ ദുരിയത്തി, എൻ്റെ മക്കളെയും പടച്ചവനെ നീ ആ രീതിയിലാക്കണേ എന്ന്. അപ്പോൾ അള്ളാഹു പറയുന്നത് ആക്കില്ല എന്നല്ല, ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, ആക്കും, പക്ഷെ അക്രമികളായ ആളുകൾക്ക് ഈ മാതൃകയുടെ ഗുണം കിട്ടില്ല. നല്ല ആളുകൾ മാതൃകയാക്കും, അവരങ്ങനെ ആക്കിത്തരാം മക്കളെയൊക്കെ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ നല്ല മാതൃകയാക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളെയും പടച്ചവനെ അങ്ങനെ ആക്കണേ എന്ന് പറഞ്ഞു. എന്താണ് ഈ മാതൃകയാക്കുക, നേതാവാക്കണം, ഇമാമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഭൗതിക രാഷ്ട്രീയ രംഗത്ത് നമ്മളുടെയൊക്കെ രാജ്യത്ത് ഇതുപോലെ ഒരു ഇമാമാക്കണമെന്നല്ല.
മറ്റേതെങ്കിലും മേഖലയിൽ നേതാവാക്കി വളർത്തിക്കൊണ്ടുവരണം എന്നുമല്ല. തൻ്റെ മതവും ആദർശവും ഒക്കെ നിലനിർത്തി പോകുന്ന നല്ല സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് അതാണ്. അത് എല്ലാ നബിമാർക്കും ആ തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. മക്കളുടെ കാര്യത്തിലുള്ള പ്രാർത്ഥന, നൂഹ് നബിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. എത്ര ശ്രമിച്ചിട്ടും മക്കൾ തൻ്റെ വഴിക്ക് വരാത്തതുകൊണ്ട് ശിക്ഷ വന്നപ്പോൾ പോലും നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇന്ന ബിനി മിൻ അഹ്ലി. ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന രംഗം വന്നപ്പോൾ ബാപ്പയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം, ബാപ്പയായി മാറി. നബി ഒരു ബാപ്പയെ ആ സമയത്ത് ബാപ്പ പറഞ്ഞു, പടച്ചോനെ എൻ്റെ മകൻ എൻ്റെ കുട്ടിയല്ലേ എന്നാ. വല്ലാത്ത പ്രയാസത്തിലാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം. അപ്പോൾ അള്ളാഹു തിരുത്തി. അവൻ നല്ലവനെല്ലാം തിരുത്തി കൊടുത്തു. അനാവശ്യമായ ആവശ്യമില്ലാതെ വിവരമില്ലാതെ പറയരുത് എന്ന് പറഞ്ഞു നൂഹ് നബി താക്കി നൽകി. നൂഹ് നബി ബാപ്പയായതാണ്, എൻ്റെ മകനാണത് എന്ന് പറഞ്ഞുപോയി. നിങ്ങൾ നോക്കൂ, ആ ഒരു വികാരം, തൻ്റെ മക്കൾ നന്നാവണം, തൻ്റെ കാലശേഷം തൻ്റെ മക്കൾ തൻ്റെ സംസ്കാരവും ദീനുമൊക്കെ നിലനിർത്തുന്നവരാകണം എന്നത് മാതാപിതാക്കൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്, പണിയെടുക്കേണ്ട കാര്യമാണ്. ഇവിടെ ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഇമാമാക്കി നിശ്ചയിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതേ യോഗ്യത മക്കൾക്കും തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതേ വാക്ക്, റബ്ബന ഞങ്ങളുടെ നാഥ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലുമൊക്കെ നീ ഖുറത അഅ്യുൻ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ, കുടുംബത്തിന് നല്ല കൺകുളിർമയാക്കി മാറ്റണേ. ഇതിന് അടുത്ത വാക്ക് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, നല്ല മാതൃകയാക്കി ഞങ്ങളെ നീ മാറ്റണേ എന്ന, ഇമാമുകളാക്കി മാറ്റണേ എന്ന് പറഞ്ഞാൽ നല്ല മക്കളെ മാതൃകയാക്കണം, ഈ കുടുംബത്തെയും നല്ലവരാക്കി ജനങ്ങൾക്ക് മാതൃകയുള്ള ഒരു കുടുംബമാക്കി മാറ്റണേ എന്നാണ്. അവിടെയും ഇമാമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൻ്റെ കാര്യത്തിൽ മാത്രമല്ല, തൻ്റെ കാലശേഷം മക്കൾ ആ രീതിയിൽ തന്നെ മാറി വരണമെന്നത് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കേണ്ടതാണ്. അതിനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ മക്കളുടെ കാര്യത്തിൽ വേണം. സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. കുട്ടികളെയൊക്കെ കലാലയങ്ങൾ പറഞ്ഞു വിടുമ്പോഴും അവർ എവിടെയൊക്കെ വിടുന്നു, എങ്ങോട്ട് വിടുന്നു എന്നതിനെക്കുറിച്ച് നല്ല ധാരണ നമ്മൾക്ക് ആവശ്യമുണ്ട്. അവർക്ക് ദീൻ നഷ്ടപ്പെടാത്ത വിധം, മതം നഷ്ടപ്പെടാത്ത വിധം അവർക്ക് പരിചരണങ്ങൾ നൽകണം. വീട്ടിൽ നിന്ന് നിയന്ത്രണങ്ങളും ശിക്ഷണങ്ങളും നൽകണം. വളരെ ലിബറലായി നിൽക്കുന്ന അത്തരമൊരു സംസ്കാരം വളർന്നു വരികയാണ്. അല്ല, അതങ്ങനെ പൂത്ത് പുലഞ്ഞു വരികയാണ് ഇപ്പോൾ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മളുടെയൊക്കെ തന്നെ മക്കൾ നമ്മൾ ഈ പറയുന്നതൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത വിധം മറ്റു ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. നമ്മൾക്കതൊക്കെ അറിയാം. നമ്മൾ പറയുന്നത് പഴഞ്ചനാണ്. അവർക്കതിന് വേറെ സാങ്കേതിക പേരുകളുണ്ട്. ആ പേരൊക്കെ പറഞ്ഞ് നമ്മളെ അവർ പരിഹസിക്കും. ആ രീതിയിൽ അവർ പരിഷ്കാരികളായി ലിബറൽ സംസ്കാരത്തിൻ്റെ ആളുകളായി മാറുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട കാര്യം അതാണ്. അദ്ദേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യം. വമിൻ ദുരിയത്തി, അദ്ദേഹം നമസ്കാരത്തെ പറ്റി പറഞ്ഞെടുത്ത് പറയുന്നു, റബ്ബന ഇജഅൽനി മുഖീമസ്സലാത്ത്, പടച്ചോനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാകണം, എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം നിസ്കരിക്കണമെന്ന് മാത്രമല്ല, എൻ്റെ മക്കളെയൊക്കെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ എന്നാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു മിനിമം, അങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടത്, ഒരു മിനിമം അജണ്ട എന്ന നിലയ്ക്കെങ്കിലും നമസ്കാരം മുറ തെറ്റാതെ നിർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിട്ടാണ് കാണേണ്ടത്. അത്രയധികം അതിര് വിട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. സാംസ്കാരികമായിട്ട് നിലനിൽക്കുന്ന അന്തരീക്ഷം അതാണ്. അവിടെ ഓരോ നേരവും നമസ്കരിക്കുക നമ്മുടെ മക്കൾ.
നമസ്കാരം തെറ്റിക്കാതിരിക്കുന്ന മക്കളാക്കി നിലനിർത്തുക. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ. ഖുർആൻ പറയുന്നത് നിന്റെ വീട്ടുകാരെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നീ കൽപ്പിക്കുക നമസ്കരിക്കണമെന്ന്. കൽപ്പിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നേടണം. നമ്മളാദ്യം നമസ്കരിക്കണം. നമ്മൾ നിരന്തരം സ്ഥിരമായി നമസ്കരിക്കുന്നവരാവുക. അത് കണ്ടുകൊണ്ട് തന്നെ അവർ ജീവിക്കുക, അവരോട് പഠിപ്പിക്കുകയും ചെയ്യുക. വസ്തബിർ അലൈഹാ. ആ കാര്യത്തിൽ നീ ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. നമുക്ക് ആ ഒരു കാര്യമെങ്കിലും അവരുടെ ജീവിതത്തിൽ തെറ്റാതെ പോയി കിട്ടുകയാണെങ്കിൽ അവരെ തിരിച്ചു പിടിക്കാം. ഏതെങ്കിലും കാലത്തെങ്കിലും തിരിച്ചു പിടിക്കാം. അത്ര അപകടകരമായ സാഹചര്യം നമ്മുടെ പരിസരങ്ങളിലൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട ഒരു പാഠം, കുറേ പാഠങ്ങളിലൊന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് തന്നെയാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇസ്മായിലിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ആ കാലത്ത് അന്നാണ് അദ്ദേഹത്തെ ബലിയെടുക്കാൻ വേണ്ടി കൽപ്പം. അതും അനുസരിക്കുന്നൊരു മകനായി മാറി. അതൊക്കെ കൂടെ നടത്തിയും കൊണ്ട് നടന്നും നമ്മുടെ മക്കളെ നമ്മളുടെ തന്നെ മക്കളാക്കുക, നമ്മളുടെ തന്നെ മക്കളാക്കി വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അതിനുള്ള സാഹചര്യം നമ്മൾക്ക് ഏതാണോ ഇണങ്ങി വരുന്നത്, യോജിച്ചു വരുന്നത്, അതൊക്കെ വിദ്യാഭ്യാസം നൽകുന്നിടത്തും കൊണ്ട് ചേർക്കുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ മാതാപിതാക്കൾ എന്ന നിലക്ക് ആ ഉത്തരവാദിത്വം ഗൗരവമായി കാണുക. പടച്ചവനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലൊന്ന് വജ്നുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. നമ്മൾ ഓർത്തു വെക്കേണ്ട, നിരന്തരം നടത്തേണ്ട ഒരു പ്രാർത്ഥന. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും, മക്കളെ ചേർത്താണ് അദ്ദേഹം പറയുന്നത്, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. എൻ്റെ റബ്ബേ, ഈ വിഗ്രഹങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ പേഴ്പ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണേ എന്നാണ്. ഈ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയെ നമ്മൾക്കറിയാം, ഇബ്രാഹിം നബിയാണ്. എന്താ ഇബ്രാഹിം നബിൻ്റെ കാലത്ത് ഈ വിഷയത്തിലുണ്ടായിരുന്ന ഒരു സംസ്കാരം എന്നറിയാം നിങ്ങൾ? വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന, അതിന് മാത്രം ഒഴിഞ്ഞു വെച്ച ജീവിതമുള്ള ആളുകളായിരുന്നു. അല്ല, ഇബ്രാഹിം നബിയുടെ പിതാവ് തന്നെയും ഒരു ശില്പിയായിരുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ശില്പിയായിരുന്നു. ആ പണിശാലയിലാണ് ഇബ്രാഹിം ജനിക്കുന്നത്. വിഗ്രഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്ന, ദൈവങ്ങളെ ഉണ്ടാക്കുന്ന ആ പണിശാലയിലാണ് ഇബ്രാഹിം ജനിക്കുന്നത്. അദ്ദേഹം ചെറുപ്പത്തിലെ റുഷ്ദ് നൽകിയെന്ന് ഖുർആൻ പറയുന്നു അദ്ദേഹത്തിന്. ആ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് ബോധമുണ്ടായി, ബാപ്പാനെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച് കാണിച്ചു കൊടുത്തു അവർക്കിതാ, ഞാൻ കൈ കൊണ്ട് മുട്ടിയാൽ, മഴ കൊണ്ട് ഇങ്ങനെ തട്ടിയാൽ ഉടഞ്ഞു പോകുന്ന ശില്പങ്ങളാണിത്. മണ്ണും കല്ലും ചേർത്തുണ്ടാക്കിയ ശില്പങ്ങളാണ്. ഒന്നും കേൾക്കില്ല, ഒന്നും ഉത്തരം ചെയ്യില്ല, നോക്കൂ അടിച്ചാൽ ഉടയുന്ന വസ്തുക്കളാണ് എന്ന് കാണിച്ചു കൊടുത്തു അവർക്ക്. അങ്ങനെ ബോധവൽക്കരിച്ച് ഇബ്രാഹിം നബി അവസാനം പ്രാർത്ഥിക്കുന്ന എന്തായാലും നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് എന്നെയും എൻ്റെ മക്കളെയും രക്ഷപ്പെടുത്തണേ എന്ന്. അതിനർത്ഥം എന്താണ്? ഷിർക്ക്. അത് ഏതെങ്കിലും രൂപത്തിൽ വീണ്ടും വീണ്ടും തിരിച്ചു വരും, വീണ്ടും തിരിച്ചു വരും. നമ്മൾ തൗഹീദുള്ള ആളുകളാണ്. ആ തൗഹീദിലേക്ക് ജനങ്ങളെ നിരന്തരം പ്രബോധനം ചെയ്ത് ക്ഷണിക്കുന്ന ആളുകളാണ് നമ്മൾ. എല്ലാ സന്ദർഭങ്ങളും നമ്മളത് അനുസ്മരിക്കും, വീണ്ടും തൗഹീദിന്റെ പ്രാധാന്യവും പ്രസക്തിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ തൗഹീദുള്ള ആളുകളിലേക്ക്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുളും ഭരിച്ചു കയറി വരുന്നത് പോലെ ഷിർക്ക് കയറി വരുന്ന, ഇരുണ്ട രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് കട്ടുറും ഭരിച്ചു വന്നാൽ ആരും കാണില്ല. ആ രീതിയിൽ ഷിർക്ക് ഇങ്ങനെ അരിച്ചുള്ളിലേക്ക് കയറുമെന്നാണ്. അത്ര ജാഗ്രതയും ശ്രദ്ധയും പുലർത്തണം. പല പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയോ തേട്ടമോ ഒക്കെ അള്ളാഹു അല്ലാത്തതിലേക്ക് തിരിഞ്ഞു പോകാം. ആ രീതിയിലൊക്കെ ഷിർക്ക് നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ കയറി വരും. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ വിഗ്രഹാരാധന രക്ഷപ്പെടുത്തണേന്ന്, എൻ്റെ മക്കളെ ചേർത്ത് മക്കളെയും രക്ഷപ്പെടുത്തണേന്ന്. തൗഹീദുള്ള നമ്മൾ ആ പ്രാർത്ഥന നടത്തണം, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന്. ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം, മക്കൾക്കുള്ള ഉപദേശം പറയുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അളീം. മക്കളെ മാതാപിതാക്കൾ ഉപദേശിക്കേണ്ട കാര്യം അതാണ്. മോനെ, കുഞ്ഞു മോനെ എന്ന് വിളിച്ചിട്ടാ. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ഷിർക്ക് വരരുത് ജീവിതത്തിൽ. ഇന്ന ശിർക ലദുൽമുൻ അളീം. ഷിർക്ക് അതീവ ഗൗരവമുള്ള ഒരു അക്രമമാണ്, അതീവ ഗൗരവമാണ് ആ വിഷയം. ഷിർക്ക് സംഭവിക്കരുത് എന്ന് മക്കളെ പഠിപ്പിക്കണം, ഉപദേശിക്കണം. നോക്കി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മക്കളോട് പറയാറുണ്ട്, പഠനത്തെ പറ്റി പറയാറുണ്ട്, അവരുടെ ഭാവി ജീവിതം ഭാസുരമാകാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നാളെ പരലോകത്ത് അവർക്ക് A+ കിട്ടണം എല്ലാ വിഷയത്തിലും. പരലോകത്ത് A+ എല്ലാ വിഷയത്തിലും കിട്ടണം. നമ്മൾക്ക് ചെയ്യാൻ കഴിയോ? ആലോചിച്ച് നോക്കണം. നോക്കൂ, നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത്, ഇന്നലെ കാണുന്ന, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു ചിത്രം, അവർക്കൊക്കെ കിട്ടിയ മാർക്ക് ലിസ്റ്റ് അങ്ങനെ എല്ലാവർക്കും കാണാൻ വിധത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഫുൾ A+. എന്താണ് സന്തോഷമുള്ള കാര്യമാണ്. രക്ഷിതാക്കൾക്കൊക്കെ അഭിമാനിക്കാം, കുട്ടികൾക്ക് അഭിമാനിക്കാം, 100% കിട്ടിയ സ്ഥാപനങ്ങൾക്കും അഭിമാനിക്കാം, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ, ഇതൊക്കെ നമ്മളെ മക്കളാണ്, പരലോകത്ത് A+ കിട്ടണ്ടേ? ഫുള്ള് കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും കിട്ടണ്ടേ? അവർക്ക് കുറച്ച് മാർക്ക് അവിടെ കിട്ടണ്ടേ? ഈ കുട്ടികളൊക്കെ പഠിച്ചങ്ങനെ പോട്ടെ, നന്നാവട്ടെ, ഒരു തർക്കവുമില്ല, അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ല. പക്ഷെ ആ പഠനത്തോടൊപ്പം അവർക്ക് പരലോകത്തു കൂടി വിചാരണ വരുന്ന സന്ദർഭത്തിൽ ആ സർട്ടിഫിക്കറ്റ്, പടച്ചോനെ എനിക്ക് എല്ലാത്തിലും A+ കിട്ടണം എന്ന മനോഭാവത്തിൽ കുട്ടികളുടെ ദീനിൻ്റെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ, ഒന്നുകൂടി പറയുന്നു, നമ്മളുടെ തന്നെ മക്കളായി വളരണം. അതാരാൻ്റെ സംസ്കാരമുള്ള മക്കളാവരുത്, ഇസ്ലാമിന് പുറത്തുള്ളൊരു മക്കളാവരുത് അവർ. നമ്മൾ എത്ര പ്രയാസപ്പെട്ടാലും അതാണ് നമ്മളുടെ ഭാഗം. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് പോലെ വമിൻ ദുരിയത്തി, എന്ത് പറയുമ്പോൾ പടച്ചോനെ എൻ്റെ മക്കൾക്കും. നമസ്കാരം പറഞ്ഞപ്പോൾ പറഞ്ഞു മക്കളെ, വിഗ്രഹാരാധനക്കെതിരിൽ പറഞ്ഞു ബനി, എൻ്റെ മക്കളെ. എല്ലാറ്റിലും മക്കളെ ചേർത്ത് പിടിക്കുന്നു. റസൂല് പറഞ്ഞു 3 പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ദഅവത്തുൽ വാലിദ്, അതിലൊന്ന് പറഞ്ഞത് ഉത്തരം കിട്ടും ആ പ്രാർത്ഥനയ്ക്ക്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. അതാ പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന നല്ലതും ചീത്തയായാലും കിട്ടും. മക്കളെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതേപോലെ ഫലിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സംഭവിക്കാൻ പാടില്ല. എന്നാൽ മക്കൾക്ക് വേണ്ടി, നല്ല നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും പടച്ചവൻ സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. നമ്മുടെ ആകെ സമ്പാദ്യം ദുനിയാവിൽ കിട്ടുന്നത് അത് തന്നെയാണ്. ഈ കുട്ടികൾക്കും ഇങ്ങനെ പള്ളിയിൽ വന്നിരിക്കാനും നമസ്കരിക്കാനും ഒക്കെ തോന്നണം. ഇതൊക്കെ പുച്ഛമായി തോന്നാത്ത മാനസികാവസ്ഥ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. പരലോകത്തേക്ക് A+ കിട്ടാൻ എന്തുണ്ട് വഴിയെന്ന് നോക്കുക. അതുകൂടി ആലോചിച്ചുകൊണ്ട് വേണം ഈ കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഏത് വഴിക്ക് പോയാലും ദീൻ നഷ്ടപ്പെടാത്ത വിധത്തിൽ അവരെ പിടിച്ചു നിർത്താൻ നമ്മളും ശ്രമിക്കുക, അവരെ അതിന് ബോധവൽക്കരിക്കുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ യുവാക്കളെയും ഭാവി തലമുറയെയും ഒക്കെ
ഈ ദീൻ ജീവിതത്തിൽ സൂക്ഷിച്ച് സുരക്ഷിതമായി കൊണ്ടു നടക്കുന്ന നല്ല മക്കളാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാകണേ നാഥ. മക്കൾ നാളെ പരലോകത്തേക്കുള്ള ഒരു വലിയ സമ്പാദ്യമാക്കി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാത്ത്